MTN News, Malayalam Television Network. വേങ്ങര പറപ്പൂർ വീണാലുക്കലിൽ ഒരേ കുടുംബത്തിലെ 3 പേരെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വീണാലുക്കൽ കുളത്തിങ്ങൽ സ്വദേശി ചീരങ്ങൻ സൈനബ, മകൻ മുഹമ്മദ് ആഷിഖ്, മകൾ ഫാത്തിമ ഫാസില എന്നിവരാണ് മരിച്ചത്. ഞായറാഴ്ച വൈകുന്നേരം 4 മണിയോടെ വീടിന് സമീപത്തുള്ള പറപ്പൂർ പാടത്തെ താഴേക്കാട്ട് പഞ്ചായത്ത് കുളത്തിലാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വൈകുന്നേരം കുളിക്കാനായി കുളത്തിലിറങ്ങിയതായിരുന്നു മൂവരും. ഏറെ നേരം കഴിഞ്ഞിട്ടും ഇവരെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഫാത്തിമ ഫാസിലയുടെ മൃതദേഹം കുളക്കടവിനോട് ചേർന്ന് വെള്ളത്തിൽ പൊങ്ങിയ നിലയിലായിരുന്നു. തുടർന്ന് നടത്തിയ വിശദമായ തിരച്ചിലിലാണ് സൈനബയുടെയും ആഷിഖിന്റെയും മൃതദേഹങ്ങൾ അല്പം മാറി മുങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. നാട്ടുകാർ ഉടൻ തന്നെ മൂവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നേരത്തെ തന്നെ മരണം സംഭവിച്ചിരുന്നു. 2:15 അവരിവിടെ കുളിക്കാൻ വന്നത് പറഞ്ഞത്. പിന്നെ ഇവിടെ കുളിക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ 4 മണി കഴിഞ്ഞ ശേഷം ഒരു ബംഗാളി വന്നപ്പോൾ ഒരു കുട്ടീനെ ഇവിടെ മേലെ പൊങ്ങി കിടക്കൊണ്ട് കണ്ടപ്പോഴാണ് വന്ന് എടുത്തത്. എടുത്ത ശേഷം കുട്ടീൻ്റെ ആങ്ങളെ വന്ന് കണ്ട് പറഞ്ഞു ഉമ്മയുണ്ട് ജ്യേഷ്ഠനുണ്ട് ഉണ്ടായിരുന്നു പറഞ്ഞത്. അവർ പിന്നെ വന്നിട്ട് വെള്ളത്തിൽ മുങ്ങി നോക്കിയപ്പോൾ അവർ രണ്ടാളും വെള്ളത്തിൻ്റെ അടിയിൽ എടുക്കായിരുന്നു. അവനെ വന്നപ്പോഴാണ് ഉമ്മയും ജ്യേഷ്ഠനും ഉണ്ടെന്ന് പറഞ്ഞത്. അവർ 3 ആൾ കൂടിയാണ് കുളിക്കാൻ വന്നിട്ടുണ്ട് പറഞ്ഞത്. ഒരാൾക്ക് 18 +2 പഠിക്കുന്നുണ്ട് പെൺകുട്ടി, മറ്റേതൊരു 22 വയസ്സായിക്കണേ മൂത്ത്. വീണാലുക്കൽ പൗരസമിതിയുടെ സ്നേഹവീട് പദ്ധതിയിലൂടെ നിർമ്മിച്ചു നൽകിയ വീട്ടിലായിരുന്നു ഈ കുടുംബം താമസിച്ചിരുന്നത്. പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി വരുന്നു. ന്യൂസ് ഡെസ്ക് MTN ന്യൂസ്. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 കാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്.